ആനിവേഴ്സറി 2025 പടം കണ്ടു. ഒരു നൈസായിട്ട് എടുത്ത ഒരു ഡിസ്റ്റോപ്പിയൻ പൊളിറ്റിക്കൽ ത്രില്ലറാണ് ആനിവേഴ്സറി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൊക്കേഷനാണ് പടം. ഒരു 95% ഒരു സിംഗിൾ ലൊക്കേഷനിൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസും അവരുടെ പേഴ്സണൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിയിൽ ഒരു ആനിവേഴ്സറി ആഘോഷിക്കാൻ, ഒരു ഫാമിലിയിലത്തെ അപ്പൻ്റെ അമ്മേനെ ആനിവേഴ്സറി ആഘോഷിക്കാൻ അവരുടെ മക്കളും ആരമക്കളും എല്ലാവരും തമ്മിൽ വരുമ്പോൾ അവരുടെ ഐഡിയോളജി പൊളിറ്റിക്കൽ വ്യൂസൊക്കെ തമ്മിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ലൊക്കേഷനിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന രീതിയിൽ സ്ക്രീൻ പ്ലേ, ടൈറ്റ് സ്ക്രീൻ പ്ലേയിൽ ഒരു ടെൻസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഡയലോഗ്സിലും പെർഫോമൻസിലും കൂടെ നമുക്കിങ്ങനെ ആ ടെൻസ് അറ്റ്മോസ്ഫിയർ നമ്മളിലേക്ക് എത്തി ആ ഫീല് കിട്ടുന്ന ഒരു ഡിഫറെൻറ്റ് മോഡിലുള്ള, ഞാൻ പറഞ്ഞു ഡിസ്റ്റോപ്പിയൻ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ ഇങ്ങനെ നടന്നുകൂടെ എന്ന് ചിന്തിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ഉള്ള ഐഡിയോളജീസും ഫാമിലീസും എങ്ങനെ തന്നെ കോൺഫ്ലിക്റ്റിലും ബാധിക്കുന്നു കാണിക്കുന്ന ഒരു നൈസ് കൺസെപ്റ്റിൽ എടുത്ത ഒരു പടമാണ് ആനിവേഴ്സറി 2025. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ്. ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ ആക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഒരു ഡിഫറെന്റ് മോഡിലുള്ള ഒരു എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു നല്ല ഒരു ഡിസ്റ്റോപ്പിയൻ സസ്പെൻസ് കൂടി, അല്ല സസ്പെൻസ് അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു ത്രില്ലർ കൂടിയാണ് ആനിവേഴ്സറി. അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.